dear friends. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ ഐഡിയയുമായിട്ടാണ്. നമ്മുടെ ഗാർഡനെ ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് ഞാനൊരു പഴയ വേരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വേര് വെച്ചിട്ട് നമുക്ക് ഒന്നുകിൽ ഓർക്കിഡ് ട്രീ ഉണ്ടാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല മോടി പിടിപ്പിക്കാം. ഇന്ന് ഞാൻ ഈ റബ്ബറിൻ്റെ വേരിൽ നീഡിൽ ഗ്രാസും നമ്മുടെ മണി പ്ലാന്റും കൂടെ വെച്ചിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനൊരു ചിലവുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു റബ്ബറിൻ്റെ വേര ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പഴയ തടിയൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചിരട്ട, അപ്പോൾ ഇതുപോലെ ഹോൾസ് ഉള്ള ചിരട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് ഇഴക്കയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിരട്ടയിലേക്ക് നിറയ്ക്കാനായിട്ട് മണ്ണും ചകിരിച്ചോറും ഈക്വലായിട്ട് മിക്സ് ചെയ്തെടുത്താണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ചാണകപ്പൊടി കൂടെ വളത്തിനായിട്ട് ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ചിരട്ടയുടെ മുകൾ വശത്തായിട്ട് 2 ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ കയറ് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഹോൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് കെട്ടാനും പറ്റും. ഇതേ രീതിയിൽ ഞാൻ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ താഴത്തെ ഹോൾ ഓൾറെഡി നമുക്ക് ചിരട്ടയിലുള്ള ഹോളായിരുന്നു. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ചിരട്ടയിലും ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രില്ലിംഗ് മെഷീനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കയറ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ചെറിയ ടോയിനോ കമ്പിയോ എന്തായാലും മതി. ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടുക, അത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഈ ഹോൾസ് ഇട്ട ചിരട്ടയിൽ നമുക്ക് ഈ ഇഴക്കയറൊന്ന് കൊരുത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 ചിരട്ട ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ കൊരുത്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിലോട്ട് വെച്ചിട്ട് കെട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ഡ്രില്ല് ചെയ്ത ആ ഹോളിൽ കൂടെയാണ് കൊരുത്തെടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ നമുക്ക് 5 എണ്ണം കൊരുത്തെടുക്കാം. ഇതേ രീതിയിൽ നിങ്ങൾ എടുക്കുന്ന വേരിൻ്റെയോ അല്ലെങ്കിൽ തടിയുടെയോ വലിപ്പത്തിനനുസരിച്ച് 4, 5, 8 ചിരട്ടകൾ വെച്ചിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുറുകിയിരിക്കുകയും ചെയ്യും. ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി കൊടുക്കാം. ഇതേ രീതിയിൽ ഈ വേരിൽ ഞാൻ കുറച്ച് ചിരട്ടകളോട് വെച്ച് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ചിരട്ടകൾ വേണമെങ്കിലും വെച്ച് കെട്ടി കൊടുക്കാം. ഇനി നമ്മൾ വെച്ച് കെട്ടിയ ചിരട്ടയിലെല്ലാം ഈ പോട്ടിംഗ് മിക്സർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ പ്ലാന്റ്സിനും ഇതേ രീതിയിലാണ് പോട്ടിംഗ് മിക്സർ റെഡിയാക്കാറുള്ളത്. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ എക്സ്ട്രാ വളങ്ങളൊക്കെ ചേർക്കും, അത്രേ ഉള്ളൂ. ഇതേ രീതിയിൽ നമ്മൾ പോട്ടിംഗ് മിക്സർ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നനച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. 1-2 ഒക്കെ നനച്ചാലും അത് ചെടിക്കൊരു വാട്ടമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ വർക്കിംഗ് മൂവ്മെൻറ്റ്സിനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഗാർഡൻ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ ചിരട്ടയിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ചിരട്ടയിലും നമ്മളുടെ പോട്ടിംഗ് മിക്സർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ട് ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പ്ലാന്റ് നട്ടതിന് ശേഷം കുറച്ചുകൂടെ മണ്ണ് നിറച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ മണ്ണൊന്ന് നീക്കി കൊടുത്തിട്ട് ഈ നീഡിൽ ഗ്രാസ് ഇവിടെ പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ഈ നീഡിൽ ഗ്രാസ് വേരോടുകൂടി തന്നെ നടണമെന്നൊന്നുമില്ല. മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെച്ചാലും മതി. നല്ല ബുഷിയായിട്ട് കിളിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇത് മണ്ണിലോട്ടൊന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ഞാൻ എല്ലാ ചിരട്ടയിലും നീഡിൽ ഗ്രാസ് പ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ നീഡിൽ ഗ്രാസ് വെച്ചാൽ അതേ പോട്ടിൽ നമുക്ക് മണി പ്ലാന്റ് കൂടി ഒന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വേരിലോട്ട് ഇങ്ങനെ ചുറ്റി കിടക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് ഹാങ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കിടക്കും. അതിന് ഇടയ്ക്കൂടെ ഇങ്ങനെ ബുഷിയായിട്ട് നമ്മുടെ നീഡിൽ ഗ്രാസും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. ഇതേ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇൻഡോറിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണിത്. അങ്ങനെ നമ്മുടെ നീഡിൽ ഗ്രാസും മണി പ്ലാന്റും എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് വളർന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഗാർഡൻ ഐഡിയ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ചെറിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.